പിന്നീട് അത് DYSP അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നീട് അത് CBIക്ക് കൊണ്ടുപോയി. ഞങ്ങളിത് അന്വേഷിച്ച വേളയിൽ ഞാൻ അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യം, അതുവരെയുള്ള അന്വേഷണം കേസ് ഡയറി വഴി പരിശോധിച്ചപ്പോൾ ജസ്ന എക്സിറ്റായ, അതായത് ലാസ്റ്റ് ജസ്നെ കണ്ട സമയം, ലൊക്കേഷൻ, അതുപോലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അവൾ എങ്ങനെയാണ് പോയത്, ഓട്ടോറിക്ഷ വഴിയാണോ ബസ് വഴിയാണോ പോയത്, എങ്ങോട്ടാണല്ലോ ഡയറക്ഷൻ എന്നിവ അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു ലീഡ് കിട്ടി. ആ ലീഡ് വെച്ച് ഞങ്ങൾ അന്വേഷണം തുടർന്നു. സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്നെ എത്തിയെന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്ന അയൽ സംസ്ഥാനത്തേക്കാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകേണ്ടിരുന്നത്, കുമളി തേനി വഴി. അപ്പോൾ കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് അന്യസംസ്ഥാനമാണ്. കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു. അപ്പം ഞങ്ങളുടെ ടീം 2-3 ഫുള്ളായിട്ട് പല പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് 1.5 വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടന്നു, നിങ്ങൾക്കെല്ലാം അറിയാം. ആ സമയത്താണ് ആ കുടുംബം കോടതിയിൽ പോവുകയും കേസ് CBIക്ക് കൊടുക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെ ഒരു കണ്ണി പോലെ അന്വേഷിച്ചു പോയ സമയത്ത് സത്യത്തിൽ ഞങ്ങളെല്ലാം ഓർത്തു ഇത് തെളിയിക്കപ്പെടുമെന്ന്. പക്ഷെ അത് CBIയിലേക്ക് പോയി. CBI ഉദ്യോഗസ്ഥർ ഞങ്ങളോടും ചോദിച്ചിരുന്നു, എന്നോടും ചോദിച്ചിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവരാ വിവരങ്ങൾ അന്വേഷിച്ചോ ഇല്ലയോ എന്നുള്ളത് CBIയുടെ കേസ് ഡയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് CBI. ആ CBIയെ ഒരു കുറ്റവും പറയാൻ എനിക്ക് കഴിയില്ല. കാര്യം ഞാനോ എന്നെ പോലുള്ള IPSലോ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ ഡെപ്യൂട്ടേഷനിൽ ചെന്ന് പോകുന്നൊരു സ്ഥാപനമാണ്, ഒരു ഓർഗനൈസേഷനാണ് CBI. എനിക്ക് പറയാനുള്ളത്, ജസ്ന ഒരു മരീചികയൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ CBI എന്നെങ്കിലും കണ്ടെത്തും. കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് CBI. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്തിനാണ് CBI ഇപ്പോൾ അത് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തതെന്ന്? അതൊരു സാങ്കേതികത്വമാണ്. ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ്. ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങളതൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും. ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ച് ഒരു സൂചന കിട്ടുകയാണെങ്കിൽ CBIക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ്. അപ്പോഴത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോഴിത് ഒരു ചലഞ്ചാണ്. ഈ ഒരു കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അവൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. ഈ നഷ്ടപ്പെട്ട ആളുടെയും ഒരു ഭാഗ്യമാണ്. അപ്പം ഇതൊരു കണ്ണി പോകുന്ന പോലെ ഒരു അന്വേഷണമാണ്. ആ കണ്ണിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായാൽ അത് പിന്നെ അത് തെളിവുകൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറഞ്ഞു പോവുകയോ ചെയ്താൽ അത് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഒരു ചലഞ്ചാണ്. ഇതിൽ കേരള പോലീസിനും അല്ലെങ്കിൽ മറ്റന്വേഷണ ഏജൻസികൾക്കും താൽക്കാലികമായിട്ടുള്ള ഒരു വിശ്രമം ഉണ്ടെങ്കിലും ഈ കേസ് തെളിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം തെളിയണ്ടേ? ലോകത്ത് പല കേസുകളും ഇങ്ങനെ തെളിയപ്പെടാതെ കിടക്കുന്നുണ്ട്. ടൈറ്റാനിക് തന്നെ മുങ്ങിപ്പോയിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അതിന് യഥാർത്ഥ ചിത്രം കിട്ടിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. മടിച്ച് ഇത് നിർത്തി അല്ലെങ്കിൽ പൂർണ്ണമായി അടഞ്ഞു എന്ന് കരുതേണ്ട കാര്യവുമില്ല. CBIയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഞാനും അതിനുശേഷം അന്വേഷിച്ചിട്ടുള്ള CBIയും ഒക്കെ ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചാലും ഇതൊരു ലക്കാണ്. ആ കണ്ണികൾ ഇങ്ങനെ മുന്നോട്ട് പോകണം. ആ കണ്ണികൾ പൊട്ടിക്കിടക്കുകയാണ്. ആ കണ്ണികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങളിൽ നിന്ന് അന്വേഷണം മാറി. അത് ഫാമിലിയൊക്കെ കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെയാണ് മാറിയത്. ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ഏതെങ്കിലും ഒരു കേസ് തെളിയാതെ വരുമ്പോൾ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. എൻ്റെ തന്നെ കുപ്പായത്തിൽ ഞങ്ങളുടെ സഹോദരരെ കുറിച്ച് അങ്ങനെ കുറ്റങ്ങൾ പറയാറില്ല. ആരും മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റങ്ങൾ ചെയ്തായിട്ട് കാണുന്നില്ല. ലോക്കൽ പോലീസ് പ്രത്യേകിച്ച് 100 കണക്കിന് കേസുകൾ അന്വേഷിക്കുമ്പോൾ അവർക്കെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കാൻ കഴിയാറില്ല. കാരണം അന്ന് ഇത് വലിയൊരു ചലഞ്ച് ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. ഞങ്ങളും തെളിയിക്കാഞ്ഞിട്ടാണല്ലോ CBIക്ക് കൊടുത്തത്. അപ്പോൾ കുറ്റപ്പെടുത്തലിനും പഴിചാരലിനും ഒരു പ്രസക്തി ഇന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയങ്ങളിൽ വേണ്ടപ്പെട്ടിടത്തൊക്കെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക, അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായിട്ടുണ്ടായിരിക്കും. എൻ്റെ അറിവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെടുത്ത് അന്വേഷിച്ചപ്പോൾ അവരന്വേഷിച്ചതുപോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റൊരു ദിശയിൽ പോവുകയും കുറച്ച് ലീഡുകൾ കിട്ടുകയും ചെയ്തത്.
ഈ ഒരു പ്ലാന്റ് ഈ ജസ്നയുടെ തിരോധാനം ഒരു പ്ലാന്റ് ആയിട്ട് നടന്നൊരു ഓപ്പറേഷന്റെ ഭാഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഒരു മറുപടി പറയുന്നില്ല. കാരണം ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ ഏറ്റവും ഉയർന്ന തസ്തികയിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാനിപ്പോൾ പെൻഷൻ പറ്റുന്നൊരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ സർവീസിനും എൻ്റെ സേനയ്ക്കും എൻ്റെ ഗവൺമെൻറ്റിനും എതിരായിട്ടുള്ള ഒരു 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 പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ നമ്മുടെ എല്ലാം പ്രസക്തി മറ്റുള്ള ആൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. മനഃപൂർവ്വമായിട്ടുള്ളൊരു തെറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് ലോക്കൽ പോലീസ് ആകട്ടെ, ക്രൈംബ്രാഞ്ച് ആകട്ടെ, CBI ആകട്ടെ നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ളത് വലിയൊരു പ്രിസ്റ്റേജ് അല്ലേ, ഒരു ചലഞ്ചല്ലേ. ഇതിൽ ഒരു സന്തോഷം എന്തുണ്ട്? ജസ്നയെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കണ്ടെത്താനോ ഒരു ഏജൻസി കഴിയാന്ന് പറഞ്ഞാൽ അതിൽ ഒരു അഭിമാനം അവർക്ക് എന്തുണ്ട്? അത് മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും കാശ് കൊടുത്തോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾ വെച്ചോ മറച്ചു വെച്ചാണെന്ന് കരുതാൻ കഴിയില്ല. ഇതൊരു ചലഞ്ചായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാം. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു നിഗമനങ്ങളുണ്ട്. ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അത് ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിയാഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സാങ്കേതികമായിട്ടുള്ള ഉത്തരങ്ങൾ ഞാനിപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ആഫ്റ്റർ ഓൾ CBI ഞങ്ങളുടെ ഭാഗം തന്നെ അല്ലേ. രാഷ്ട്രീയമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, കേരളത്തിലെ ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും പോലീസ് സേനകളെല്ലാം ഒന്നല്ലേ. ഇന്ത്യൻ പോലീസ് സർവീസിൽ ഒരു അംഗമായിരുന്നില്ലേ ഞാൻ. ഞങ്ങളിൽപ്പെട്ടവരെല്ലാം ഒന്നാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. പൂർണ്ണ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലക്കാണ്. ഒരു ശ്രേണിയിൽ അങ്ങ് പിടിച്ചു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്സിങ് വന്നാൽ പിന്നെ ടൈം എടുക്കും അത് തെളിയാൻ. ആ ലിങ്ക് CBI കണ്ടെത്തും എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തിക്കോ. CBI വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതെന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തെളിവുകൾ വരികയോ അത് തെളിയുകയും ചെയ്യും. എന്നാണ് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നത്. ഈ CBIയുടെ അന്വേഷണം ഈ അവസാന റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മതപരിവർത്തനം നടന്നിട്ടില്ല. ആദ്യം ഉൾപ്പെടെയുള്ളവരെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തു. അപ്പോൾ അതിനകത്തൊക്കെ കണ്ടെത്തിയിരിക്കുന്ന അവസാന റിപ്പോർട്ടായിട്ട് അവർ സമർപ്പിച്ചിരിക്കുന്നത് ഒരു മതപരിവർത്തനം പോലെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഒരു കവലപ്രസംഗം പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ ഒരു കേസ് അന്വേഷിക്കുന്നത്. മതപരിവർത്തനം നടന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവ് കൊടുക്കണ്ടേ? അവർ പറഞ്ഞിട്ടുള്ളത് മതപരിവർത്തനം നടന്നു എന്നുള്ളതിന് തെളിവുകൾ ഇടയിലില്ല അല്ലേ. തെളിവുകളില്ലാന്നേ ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെയാണ്. എന്ന് കരുതി മതപരിവർത്തനം നടന്നു എന്ന് പറയാൻ എനിക്കും കഴിയില്ല. പക്ഷേ ഇതൊരു ചലഞ്ചായിട്ട് അവശേഷിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രപഞ്ചത്തിൽ എവിടെ പോയി ഒളിച്ചിരുന്നാലും മറിഞ്ഞിരുന്നാലും മരിച്ചിരുന്നാലും എന്തെങ്കിലും CBI ഇത് കണ്ടെത്തുമെന്നാണ്